ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ആൻഡ് മലയാളത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബഗാര ബാങ്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഹൈദരാബാദി ഡിഷാണ് ആൻഡ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. എല്ലാ കല്യാണങ്ങൾക്കും ഉറപ്പായിട്ടും ഇത് സെർവ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പുളി എടുത്തിട്ട് ഇതേപോലെ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്കൊരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വിടാം കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം പുളി ഉണ്ടാവും. ഇതൊരു സാലൻ ഗ്രേവിയാണ്. സാലൻ ഗ്രേവീസിന് യൂഷ്വലി ലേശം പുളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതായത് 1 ലിറ്റർ വെള്ളം. ഓക്കെ, ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ വഴുതനങ്ങ മുറിച്ചിട്ട് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിങ്ങനെ കറുത്ത് പോവാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതേപോലെയുള്ള ചെറിയ ചെറിയ വൈനിങ് എടുക്കുന്നതാവും ഏറ്റവും ബെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടല്ലോ, ഇതേപോലെ 4ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻസെക്റ്റോ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ആണ് വൈനിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എനിക്കൊരു 20 പീസോളം കിട്ടിയിട്ടുണ്ട്. ഇത് 10 പേർക്കെല്ലാം സെർവ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു പാനിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ട് ഇത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും കരിഞ്ഞ് പോവാണ്ട് നോക്കണം കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് പ്ലീസ്. ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതേപോലെ റോസ്റ്റ് ചെയ്യുക. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എണ്ണ ഇടാതെ നമ്മളിത് റോസ്റ്റ് ചെയ്താൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പാൻ്റെ പുറത്തേക്കെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം. ഇതാ കണ്ടല്ലോ, ഇതേപോലെ ആയിക്കഴിഞ്ഞു. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ ഞാൻ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. അതായത് നമ്മളെ കൊപ്രയില്ലേ, ഉണക്ക തേങ്ങേൻ്റെ പൊടി. ഓക്കെ, ഈസിലി ഇപ്പോൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാ കണ്ടല്ലോ, ഇതേപോലെ ഒരുപാട് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലേശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സ്മൂത്ത് ആൻഡ് ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രൗണ്ട്നട്ട് ഓയിൽ അല്ലെങ്കിൽ പീനട്ട് ഓയിലാണ് ചേർത്തത്. അതായത് നിലക്കടലേൻ്റെ എണ്ണ. സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ ജീരകം ചേർത്തിട്ട് അതും ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് അതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേറ്ററിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. അയാൾ ഈ ബഗാര ബാങ്കിൻ്റെ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ടാകുമ്പോൾ അയാൾ കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആക്ച്വലി വലിയ ക്വാണ്ടിറ്റിയിൽ കാണിച്ചു. അപ്പോൾ ഞാനത് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി ഒരുപാടങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഒരു പേസ്റ്റ്,
പിന്നെ നിലക്കടലയും ഇതെല്ലാം കൂടിയിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ സാലൻ ഗ്രേവീസിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് വേഗം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതാ കണ്ടല്ലോ, ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിന്നെ കറിക്ക് ഒരുപാട് എരിവ് ഉണ്ടാവില്ല, പക്ഷേ ഒരു ലേശം പുളിയാണ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പക്ഷേ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പൊടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ പിന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാ കണ്ടല്ലോ, ഇവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാലയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ എവറസ്റ്റിൻ്റെതാണ് ചേർത്തത്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് അതൊന്ന് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കും കേട്ടോ. കുറച്ചൊന്ന് വറ്റിച്ചെടുക്കും, കുറച്ചൊന്ന് കട്ടിയായി ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇതിൽ പിന്നെ എന്താ കണ്ടല്ലോ, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്കിതിനെ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ എണ്ണ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. ഞാനിവിടെ 1/2 kg ആണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ നമ്മൾ പുളി പിന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് മൊത്തം ചേർത്തു. പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം മൊത്തം ചേർത്തു. എന്നിട്ട് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളീൻ്റെ വെള്ളം നിങ്ങൾ പിന്നെ എടുക്കുന്ന പുളീനെ അനുസരിച്ചിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ചായിട്ട് ചേർത്ത് നോക്കൂ. ചില പിന്നെ എന്താ പുളി കുറച്ചൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ വഴുതനങ്ങ ഒന്നിങ്ങനെ കുക്കായി എന്നൊന്ന് ഇങ്ങനെ ഇതാ കണ്ടല്ലോ, ഇതേപോലെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ പിന്നെ മല്ലിപ്പൊടിയിലേക്ക് ചേർക്കുക. അപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഈ പൊടി ചേർത്തിട്ടില്ലേ, അതായത് മുളക് പൊടി ചേർത്തിട്ടില്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാഗരി അതായത് ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലേവേഴ്സ് ഒന്ന് ബാലൻസ് ആവും. എന്നിട്ട് അമ്മ ഇത് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ഇതിൻ്റെ ഗ്രേവി പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഓക്കെ, അപ്പോൾ അതാ കണ്ടല്ലോ, ഇതേപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ എണ്ണ ഞാൻ യൂസ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ ലേശം കുറച്ചതാണ് കേട്ടോ. എന്നിട്ട് ആകുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വേറെ ഗരം മസാലയോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം തന്തൂരി മസാലയിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കറി റെഡിയായി. ഇതാ കണ്ടല്ലോ, ഈ വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വിട്ടു പോകുന്നുമില്ല. അപ്പോൾ നമ്മളെ ബഗാര ബാങ്കൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹൈദരാബാദി ബിരിയാണീൻ്റെ അപ്പുറോ അല്ലെങ്കിൽ ബഗാര റൈസിൻ്റെ പിന്നെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണീൻ്റെയും പിന്നെ ബഗാര റൈസിൻ്റെയും റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻജോയ്.